ഇവിടെ ഹീറോന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ കുറച്ച് ദിവസത്തിൽ ദുബായിൽ ജോലിക്കായിട്ട് പോകുകയാണ്. പക്ഷെ അതിനുശേഷം അവനാണെങ്കിൽ വീട്ടിലേക്ക് ഒറ്റ രൂപ പോലും അയക്കുന്നുണ്ടാവില്ല. അതേസമയത്ത് ഹീറോനാണെങ്കിൽ കാതാക്കാത്ത പെണ്ണായിരിക്കും. അവൻ പോകുന്ന സമയത്ത് ഇവിടെ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ വൈകാതെ കുട്ടി ഉണ്ടാവുകയാണ്. പക്ഷേ ഇപ്പോഴും അതിനെ കുറിച്ചൊരു വിവരം ഉണ്ടാവില്ല. അതുപോലെ ഹീറോന്റെ ചെലവിന് പോലും തീരെ പൈസ ഉണ്ടാവില്ല. സോ ഹീറോനെ ഒരു ചെറിയ പണിക്ക് പോകുകയാണ്. എന്നാൽ ആ സമയത്തായിരിക്കും ഒരു ഡോക്ടർ ഇവളുടെ കാതിൽ ഹിയറിംഗ് എയ്ഡ് വെക്കുകയാണെങ്കിൽ ഇവൾ കാത് വെക്കുന്ന പറയാ. സോ എങ്ങനെയെങ്കിലും കാശ് എത്തിച്ച് ഇവളെ ഹിയറിംഗ് എയ്ഡ് വാങ്ങാനായിട്ട് തീരുമാനിക്കണം. അതേസമയത്ത് ഹീറോനെ ആണെങ്കിൽ ഹസ്ബൻഡ് എന്തുവരും അറിയത് സങ്കടപ്പെടുന്നുണ്ടാവും. ആ സമയത്ത് ഇവൾ സങ്കടം കാണുന്ന ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വയസ്സായാലാണെങ്കിൽ എന്റെ മകൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ അവനോട് പറഞ്ഞ എങ്ങനെയെങ്കിലും നിന്റെ ഹസ്ബൻഡ് നമ്പർ വാങ്ങിച്ചു തരാന്ന് പറയും. അയാൾ പറഞ്ഞ പോലെ നമ്പർ വാങ്ങിച്ചു കൊടുക്കണം. സോ ഹീറോനും ആകാംക്ഷയിൽ ഹസ്ബൻഡിനോട് സംസാരിക്കാനായിട്ട് കടയിൽ കോൾ ചെയ്യാണ്. പക്ഷെ കോൾ എടുക്കുന്ന ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അയാളോട് ദേഷ്യപ്പെടണം. ഒരിക്കലും വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഫോണും കട്ട് ചെയ്യും. പക്ഷെ കടക്കാരനാണെങ്കിൽ ഹീറോന്റെ മനസ്സ് കഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് നിന്റെ ഹസ്ബൻഡ് ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഹീറോനെ ഹിയറിംഗ് എയ്ഡ് വാങ്ങുന്നുണ്ട്. ആദ്യം കോൾ ചെയ്യുന്നതാണെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കും. പക്ഷെ ഫോൺ എടുക്കുന്ന ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവൻ വേറെ കല്യാണം കഴിച്ചാൽ സെറ്റിൽ എന്ന് പറയണെങ്കിൽ ഒരിക്കലും ഞാൻ വിളിക്കേണ്ടെന്ന് പറയും. ഹീറോനാണെങ്കിൽ സങ്കടത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷെ രാത്രി ഇവളുടെ വീട്ടിലേക്കാണെങ്കിൽ വെള്ളം കയറും. അത്യാവശ്യമായ സാധനം മാത്രം എടുത്ത് കുഞ്ഞിനെ കൊണ്ട് വെളിയിലേക്ക് വരികയാണ്. പക്ഷെ ആ സമയത്ത് ഇവൾ ഹിയറിംഗ് എയ്ഡ് ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം നഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന ഹീറോനാണെങ്കിൽ കുഞ്ഞിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ആ സമയത്തായിരിക്കും ആ കുഞ്ഞിന്റെ കയ്യിലായിരിക്കും ഹിയറിംഗ് എയ്ഡ് ഉണ്ടാവുക. സോ ഇതിനുശേഷം ഹീറോനെ അവളുടെ ലൈഫിൽ കഷ്ടപ്പെട്ടാലും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇവളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. വീഡിയോ ലൈക്കും ചെയ്യുക.